Hello, welcome to my channel ABCD5. I am Advocate Jasna Shabir Ali. Today we are going to discuss about some subordinate conjunctions. കുറച്ച് സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർ, വെൻ, വൈ. അപ്പോൾ നമുക്ക് ആദ്യം വേർ എന്നുള്ള വേർഡ് എടുക്കാം. വേർ എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വേർ എന്നാൽ എവിടെ എന്നാണ് അർത്ഥം. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. നിങ്ങൾ എവിടെയാണ് ആ ബുക്സൊക്കെ അറേഞ്ച് ചെയ്തത്? വേർ ഡിഡ് യു അറേഞ്ച് ദോസ് ബുക്സ്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേ ഉള്ളൂ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിച്ചത് ഇങ്ങനെയാണ്: ചൈനീസ് ഫുഡ് കിട്ടുന്ന ആ റെസ്റ്റോറൻറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഐ ലൈക്ക് ദാറ്റ് റെസ്റ്റോറൻറ്റ് വേർ ഐ ഗെറ്റ് ചൈനീസ് ഫുഡ്. ഇനി നമുക്ക് കൺജങ്ഷനായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കുന്നത്. കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ എവിടെ എന്നുള്ള അർത്ഥം തന്നെയാണ്, എവിടെയാണോ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. എവിടെയാണോ നിങ്ങൾ കുട മറന്നു വെച്ചത് അവിടെ നിങ്ങൾ പേനയും മറന്നു വെച്ചു. വേർ യു ലെഫ്റ്റ് യുവർ അംബ്രല്ല യു ഓൾസോ ലെഫ്റ്റ് യുവർ പെൻ. ഇനി അടുത്ത എക്സാമ്പിൾ: എവിടെയാണോ നിങ്ങൾക്ക് പണം അടയ്ക്കേണ്ടതുള്ളത് അവിടെ നിന്ന് റെസീറ്റ് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക. വേർ യു ഹാവ് ടു പേ മണി ബി ഷുവർ ടു ഗെറ്റ് റെസീറ്റ്. ഇനി അടുത്തത് വെൻ എന്നുള്ള വേർഡ്. വെൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരായാൽ പോലും വെൻ എന്നുള്ള വേർഡ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ വേർഡാണ് വെൻ. വെൻ എന്നുള്ളത് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ: എപ്പോഴാണ് നിങ്ങൾ ജോലിക്ക് അപേക്ഷിച്ചത്? വെൻ ഡിഡ് യു അപ്ലൈ ജോബ്? ഇനി അടുത്തത് അതുപോലെ തന്നെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് വെൻ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ: ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആ ടൈം ഞാൻ ഓർത്തു. ഐ റിമെമ്പേർഡ് ദ ടൈം വെൻ ഐ ഗ്രാജുവേറ്റഡ്. അങ്ങനെ ഉപയോഗിച്ചു. ഇനി നമ്മൾ അടുത്തത് കൺജങ്ഷനായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് ക്ലോസുകളെ തമ്മിൽ ഒന്നിച്ചാക്കി ഒരൊറ്റ സെൻറ്റൻസ് ആക്കി പറയാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഫോൺ ബെല്ലടിക്കുമ്പോൾ ഞാൻ പാചകം ചെയ്യുകയായിരുന്നു. വെൻ ദ ഫോൺ റാങ് ഐ വാസ് കുക്കിംഗ്. ഈ എക്സാമ്പിൾ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, കാരണം സ്കൂൾ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ എന്നുള്ളതിൻ്റെ ഒപ്പം ഉപയോഗിച്ചിട്ടുള്ള ടെൻസ് നോക്കൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ വെൻ ഇല്ലാത്ത ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇതാണ് ഗ്രാമർ റൂൾ. വെൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഗ്രാമർ റൂൾ എന്ന് പറയുന്നത് വെന്നിനൊപ്പം വരേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്, വെൻ ഇല്ലാത്ത ക്ലോസിൽ വരേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസുമാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആ സെൻറ്റൻസ് ശരിയാവുള്ളൂ. വെൻ കൂടുതലും പാസ്റ്റ് ടെൻസുകളിലാണ് ഉപയോഗിക്കാറുള്ളതും. അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അവൾ ചിത്രം വരച്ചപ്പോൾ എല്ലാവരും നിശബ്ദരായിരുന്നു. വെൻ ഷീ ഡ്രൂ ദ പിക്ചർ എവരിബഡി വാസ് കീപ്പിംഗ് സൈലൻറ്റ്. ഒരു എക്സാമ്പിൾ കൂടി ശ്രദ്ധിക്കാം. അവർ പള്ളിയിൽ പോയപ്പോൾ അവൻ റൂമിൽ ഉറങ്ങുകയായിരുന്നു. വെൻ ദേ വെന്റ് ടു ചർച്ച് ഹീ വാസ് സ്ലീപ്പിംഗ് ഇൻ റൂം. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം നടക്കുക. ആദ്യത്തെ എക്സാമ്പിൾ നോക്കുക. വെൻ ദ ഫോൺ റാങ് ഐ വാസ് കുക്കിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ ഞാൻ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിൽ സംഭവിക്കുമ്പോഴാണ് വെൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വെൻ എന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗ്രാമർ റൂൾ എന്ന് പറയുന്നത് വെന്നിനൊപ്പം സിമ്പിൾ പാസ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കണ്ടിന്യൂസ് ടെൻസ് ഒന്നും തന്നെ വെന്നിനൊപ്പം ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ 3 എക്സാമ്പിളിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് വന്നത്, വെന്നിനൊപ്പം സിമ്പിൾ പാസ്റ്റുമാണ് വന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള സംശയം എന്താണെന്നും എനിക്ക് മനസ്സിലായി. ഈ പാസ്റ്റ് ടെൻസിൽ മാത്രമല്ലല്ലോ, ഒരുപാട് പേര് ഫ്യൂച്ചർ ടെൻസ് പറയുമ്പോഴും പ്രസൻറ്റ് ടെൻസ് പറയുമ്പോഴൊക്കെ വെൻ ഉപയോഗിക്കാറുണ്ടല്ലോ എന്നുള്ളതാവും നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, ഇപ്പം നേറ്റീവ് സ്പീക്കേഴ്സ് വരെ വെൻ ഈ ഫ്യൂച്ചർ ടെൻസിലും അതുപോലെ തന്നെ പ്രസൻറ്റ് ടെൻസിലും ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും ഒരു ഗ്രാമർ റൂൾ ഉണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസിലേക്ക് കിടക്കാം. നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾക്കൊരു മാജിക് കാണാൻ കഴിയും.
ഇവിടെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ്. നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ, അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ് വെക്കേണ്ടത്. ഇനി നിങ്ങൾക്കൊരു മാജിക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വാതിൽ തുറന്നാലേ അത് നടക്കുള്ളൂ. വാതിൽ തുറക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അത് വെന്നിനൊപ്പം ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, വെൻ യു ഓപ്പൺ ദ ഡോർ, നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് വെന്നിനൊപ്പം ഉപയോഗിച്ചത്. യു ക്യാൻ സീ എ മാജിക്, നിങ്ങൾക്കൊരു മാജിക് കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെന്നിനൊപ്പം ഒരിക്കലും മോഡൽ ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വെന്നിനൊപ്പം ING ഫോം ഒന്നും തന്നെ വരാൻ പാടില്ല. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇതൊന്നും തന്നെ വെൻ ക്ലോസിനൊപ്പം വരാൻ പാടില്ല. എന്നാൽ വെൻ ഇല്ലാതെ വെൻ ക്ലോസ് കഴിഞ്ഞ് കോമയിട്ട് പറയും അടുത്ത ക്ലോസ്. ആ അടുത്ത ക്ലോസിൽ നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും നമുക്ക് കോമ ഇട്ടതിന് ശേഷം ഉള്ള ക്ലോസിൽ ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ഗ്രാൻഡ്മയെ വിസിറ്റ് ചെയ്തിട്ടുള്ളപ്പോഴാണ് എനിക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത്, താമസിക്കാൻ കഴിഞ്ഞത്. When I have visited my grandma, I could stay with her. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹാവ് വിസിറ്റഡ് എന്ന് വന്നത്. ഹാവ് എന്നുള്ളത് ഓക്സിലറി വെർബാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് മോഡൽ ഓക്സിലറി വെർബ്സ് ഒന്നും വെൻ ക്ലോസിനൊപ്പം വരരുതെന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹാവ്, വെൻ ഐ ഹാവ് വിസിറ്റഡ് മൈ ഗ്രാൻഡ്മ. പിന്നെ വന്നിട്ടുള്ളത് കോമയ്ക്ക് ശേഷം കുഡ് എന്നുള്ള മോഡൽ ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. അത് വെൻ ക്ലോസിൽ വരാൻ പാടില്ല. ഇവിടെ നമ്മൾ കോമ ഇട്ടതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഐ കുഡ് സ്റ്റേ വിത്ത് ഹെർ, എനിക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു. അപ്പം മെയിൻ ക്ലോസ്, അതായത് തനിയെ നിന്നാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ആ ക്ലോസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ മോഡൽ ഓക്സിലറി വെർബ്സോ അതുപോലെ കണ്ടിന്യൂസ് ടെൻസോ ഉപയോഗിക്കാം. പക്ഷെ വെൻ ക്ലോസിൻ്റെ ഒപ്പം ഉപയോഗിക്കരുത്. പാസ്റ്റിലെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ പതിവായി പരസ്പരം വിളിക്കുമായിരുന്നു. വെൻ ഐ വാസ് യങ്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ പരസ്പരം വിളിക്കുമായിരുന്നു. വി യൂസ്ഡ് ടു കോൾ ഈച്ച് അതർ. അടുത്തത് നമ്മൾ പഠിക്കുന്ന വേർഡ് വൈലാണ്. വൈൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് രണ്ട് സംഭവങ്ങൾ, പാസ്റ്റിൽ നടന്ന, കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് ഈ വൈൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. വെൻ ഉപയോഗിച്ചത് ഒരു കാര്യം, പാസ്റ്റിൽ ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം സംഭവിക്കുന്നു, അതാണ് വെൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോൾ കണ്ടത്, എക്സാമ്പിളിലൊക്കെ കണ്ടത്. ഇനി വൈൽഡ് എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കുക. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സ്ട്രേഞ്ച് വോയിസ് കേട്ടുകൊണ്ടിരുന്നു, അതാണ് സെൻറ്റൻസ്. അത് നമുക്ക് വൈൽ ഉപയോഗിച്ച് എങ്ങനെ പറയാമെന്നാണ് നോക്കേണ്ടത്. വൈൽ വി വേർ പ്രാക്ടീസിങ് ഡാൻസ് വി ഹേർഡ് എ സ്ട്രേഞ്ച് വോയിസ്. നിങ്ങൾ ഈ എക്സാമ്പിൾ കാണുമ്പോൾ വിചാരിക്കും ഇതും വെന്നും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. വെന്നിനൊപ്പം സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ക്ലോസിൽ കണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നു. പക്ഷെ വൈൽ നേരെ തിരിച്ചാണ്. വൈലിനൊപ്പം കണ്ടിന്യൂസ് ടെൻസ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വൈൽ കഴിഞ്ഞ് ആ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ച് കോമ ഇട്ടിട്ട് പിന്നെ നമ്മൾ വെക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ വലിയ വ്യത്യാസം അർത്ഥത്തിൽ തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഒരേ സമയം തന്നെ രണ്ടും സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സ്ട്രേഞ്ച് വോയിസും കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ വൈലും വെന്നും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. വെന്നിനർത്ഥം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. പക്ഷെ വൈൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈലിനൊപ്പം എപ്പോഴും കണ്ടിന്യൂസ് ടെൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാതെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഈ കോമ ഇട്ടുകൊണ്ട് അടുത്ത ക്ലോസിനൊപ്പമാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പാസ്റ്റിലെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നത് പറയുന്നതിനാണ് കൂടുതലായിട്ട് വൈൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ചില ലീഗൽ ഡോക്യുമെൻറ്റ്സിൽ ഈ വൈൽ മറ്റ് മോഡൽ ഓക്സിലറി വെർബ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വൈലിനൊപ്പം അപ്പോഴും കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, ഞാൻ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളുടെ പാരൻസ് വരികയായിരുന്നു. അത് പറയാൻ വൈൽ ഐ വാസ് വെയിറ്റിംഗ് ഹെർ പാരൻസ് കെയിം. ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പേനയുടെ മഷി കഴിഞ്ഞുപോയി. ഇത് പറയാനായിട്ട്
ദ ഇങ്ക് ഓഫ് മൈ പെൻ റാൻ ഔട്ട് വൈൽ റൈറ്റിംഗ് എക്സാം. ഇവിടെ വൈൽ എന്നുള്ളത് നടുക്കാണ് ഞാൻ വെച്ചത്. അപ്പോൾ വൈൽ എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ മാത്രമാണ് വെക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ചില ലീഗൽ ഡോക്യുമെൻറ്റ്സിലൊക്കെ വൈൽ എന്നുള്ളത് ഫ്യൂച്ചറിലും അതുപോലെ മോഡൽ ഓക്സിലറി വെർബ്സ് ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് എന്തായാലും ധരിക്കണം. യു മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. കൂടുതലായിട്ടും വൈലും വെന്നും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.